ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽനാരായണിയും. ദശകം 54. കാളിയന്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധാമുക്തിയും. സൗപരി എന്ന മാമൂനി ഓരോ വ്യാഴവട്ടകാലം കാളിന്തി ജലത്തിനുള്ളിൽ തപസ്സു ചെയ്തു. നദിയിൽ കുളിച്ചേരുന്ന മീനുകളെ സ്നേഹിച്ചോര മുനി കണ്ടു ഗരുഡനെ അന്നൊരു നാളിൽ. മാരുദേശ അവിടുത്തെ വാഹനമം ഗരുഡനോ മത്സ്യങ്ങളിലൊന്നിനെ തൻ ഭക്ഷണമാക്കി. ക്രുദ്ധനായി മാമുനിയും ശപിച്ചു പക്ഷിരാജനെ, ഇനി ഈ നദിയിൽ വന്നാൽ ജീവൻ പോയിടും. വിഷവീര്യമേറിയോരാ കാളിയനാം പെരുമ്പാമ്പോ ഗരുഡനു നിശ്ചയിച്ച വീതം ഭക്ഷിച്ചു. ഗരുഡനോ കുപീതനായി പാമ്പിനെ ആടിച്ചോടിച്ചു. കാളിയനോ കാളിന്തിയിൽ അഭയം തേടി. കാളിയൻ കാളിന്തി തന്നിൽ താമസമാക്കിയ മൂലം മരങ്ങൾ കരിഞ്ഞുപോയി വിഷവീര്യത്താൽ. ആകാശത്തിലൂടെ പോകും പറവകൾ ചത്തു വീണു. അതിനാലേ തവ മനം അലിഞ്ഞുപോയി. രാമനില്ലാതെയോരു നാൾ യമുനതൻ തീരത്തുള്ള കാനനത്തിൽ ഉണ്ണിക്കണ്ണൻ സഞ്ചരിക്കവേ, വേനൽ ചൂടിൽ ദാഹാർത്തരായി പശുക്കളും ഗോപന്മാരും കാളിന്തി ജലം കുടിച്ചു മതിയാവോളം. വിഷമയമായ ജലം കുടിച്ചവർ ചത്തു വീണു. ശവശരീരങ്ങളാലെ നിറഞ്ഞു തീരം. വിശ്വരൂപനായ ഭവാൻ ദയാദ്രനായി ചാരി ചെന്നു കരുണാകടാക്ഷം കൊണ്ടു ജീവിപ്പിച്ചല്ലോ. ഉറക്കത്തിൽ നിന്നും പെട്ടെന്നുണർന്ന് എണീറ്റതുപോലെ ഇടയ ബാലകന്മാരോ ആശ്ചര്യപ്പെട്ടു. ആനന്ദമുണ്ടായി തവ ലീല കൊണ്ടു അവർക്കെല്ലാം. ആലിംഗനം ചെയ്തു അവർ ഉണ്ണിക്കണ്ണനെ. പെട്ടെന്നു ജീവൻ ലഭിച്ച പശുക്കളും കീടങ്ങളും പെരുത്ത മോദേന തവ മുന്നിലണഞ്ഞു. പരമമാം ആനന്ദത്താൽ കണ്ണുനീരു തൂകിയവർ പതുക്കവേ ഒച്ച വെച്ചു, എന്തോരത്ഭുതം! കൃഷ്ണ കൂട്ടുകാരാ കേൾക്കൂ, അത്യത്ഭുതം തന്നെ ഇതു. ഹൃത്തിലാകെ നിറയുന്നു പരമാനന്ദം. നദിയിലെ വിഷത്തിന്റെ ശക്തി അത്യത്ഭുതം തന്നെ. ഗോപജനം കൈവണങ്ങി ഏവം പറഞ്ഞു, മരിച്ചുപോയിടും ഭക്ത ജനങ്ങളെ ദേവദേവൻ കടക്കണ്ണൻ നോട്ടം കൊണ്ടു ജീവിപ്പിക്കുന്നു. എത്രയും കാരുണ്യമേറും ഗുരുവാദപുരീനാഥ, എൻ്റെ എല്ലാ രോഗങ്ങളും ശമിപ്പിക്കണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.